നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതക ശ്രമങ്ങളും കൊലപാതക വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം സഹോദരനെന്നോ സ്വന്തം അമ്മയെന്നോ അച്ഛനെന്നോ സ്വന്തം ഭാര്യയെന്നോ സ്വന്തം കുഞ്ഞെന്നോ കരുതാതെ അതിക്രൂരമായിട്ടാണ് ഇന്ന് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത മനുഷ്യർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്. കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലടക്കം ആസൂത്രണം ചെയ്തിട്ടാണ് കൊലപാതകങ്ങൾ നടത്തുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പുറത്തും കൊലപാതകങ്ങൾ നടക്കുന്നത് ഇന്ന് കേരളത്തിൽ അധികമായിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കൊലപാതക ശ്രമങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അതിൽ നമുക്കറിയാം, പാമ്പിനെ കൊണ്ട് വരെ കടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോഴിതാ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന സംഭവമാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഇവിടെ മരണം സംഭവിച്ചിട്ടില്ല, പക്ഷേ ആ കൊലപാതക ശ്രമം അത് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതായത് വീടിൻ്റെ പ്രധാന വാതിൽ പിടിയിലേക്ക് നേരിട്ട് വൈദ്യുതി കടത്തിവിട്ട് അമ്മയെയും മക്കളെയും ഒന്നടങ്കം അപായപ്പെടുത്താൻ ശ്രമിച്ച അസാധാരണവും ഞെട്ടിക്കുന്നതുമായ സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മഞ്ചുവിളാകം സ്വദേശിനിയായ രമ്യയുടെ വീട്ടിലാണ് ഈ ദാരുണമായ കൊലപാതക ശ്രമം നടന്നത്. തലനാരിഴയ്ക്കാണ് ആ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് ആരാണ് ചെയ്തതെന്നോ ഒരാളാണോ അതോ ഒന്നിലധികം ആളുകളാണോ ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നതും എന്നുള്ളതും ഇപ്പോഴും അറിയില്ല. പോലീസ് അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. KCB മീറ്ററിൽ നിന്ന് നേരിട്ട് വയറെടുത്ത് വീടിൻ്റെ മുൻഭാഗത്തെ ഇരുമ്പ് വാതിൽ പിടിയിലേക്ക് ഘടിപ്പിച്ചായിരുന്നു ഈ ക്രൂരത. ഇങ്ങനെ വരുമ്പോൾ അകത്തുനിന്ന് ഒരാൾ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഷോക്ക് ഏൽക്കുക സ്വാഭാവികമാണ്. അമ്മയും 2 കുട്ടികളും മാത്രം താമസിക്കുന്ന വീടാണിത്. ആ വീട് ലക്ഷ്യമിട്ടാണ് ഈ ആസൂത്രിത നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ വാതിൽ തുറക്കാൻ ശ്രമിച്ച രമ്യയുടെ മൂത്ത മകൻ അലൻ, 13 വയസ്സാണ്. ആ കുഞ്ഞാണ് ഇപ്പോൾ ആദ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാവിലെ എഴുന്നേറ്റ് മുൻവാതിലിന്റെ പിടിയിൽ പിടിച്ച ഉടൻ അലന് ശക്തമായി വൈദ്യുതി ആഘാതം ഏൽക്കുകയും ഷോക്കേറ്റ കുട്ടി ദൂരേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. പിന്നീട് കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ അമ്മയും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാതിൽ പിടിയിൽ ലൈവ് വയർ ചുറ്റിയിരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫാക്കി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വൈദ്യുതി ആഘാതമേറ്റ് തെറിച്ചു വീണ 13-കാരൻ അലനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് വിവരം. സംഭവം അറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെയും കണ്ടെത്താനായില്ല. ഒരമ്മയും 2 മക്കളും മാത്രമാണ് താമസിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന, മറ്റാരും ആ വീട്ടിലില്ല എന്നുള്ളതും, അല്ലെങ്കിൽ അവർ കിടക്കാൻ പോകുന്ന സമയം, ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയം എല്ലാം തന്നെ കൃത്യമായി അറിയാവുന്ന ആരോ ആണ് രാത്രിയുടെ മറവിൽ വീടിന് പുറത്തുനിന്ന് മനഃപൂർവ്വം ചെയ്ത ക്രൂരതയാണിതെന്നാണ് വ്യക്തമായിട്ടുള്ളത്. വീട്ടമ്മയായ രമ്യ തയ്യൽ ജോലി ചെയ്താണ് ആ കുടുംബം പുലർത്തുന്നത്. വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ താൻ ഉണർന്നിരുന്ന് തയ്യൽ ജോലി ചെയ്തിരുന്നുവെന്നും ആ സമയം വരെ അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും രമ്യ പറയുന്നുണ്ട്. അതായത് രാത്രി ഏറെ വൈകിയാണ് രമ്യ കിടക്കാറുള്ളത്. ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം രമ്യ 12 മണി വരെ തയ്യൽ ജോലി വീടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുവരെ ഒന്നും തന്നെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഒച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനക്കമോ ഒന്നും തന്നെ വീടിന് പുറത്തു നിന്നും കേട്ടിരുന്നില്ല. അതിനുശേഷം രമ്യ കിടക്കാൻ പോയി. പിന്നീടാണ് ആരോ ഇത്തരത്തിൽ ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. തയ്യൽ നിർത്തി ഉറങ്ങാൻ പോയ ശേഷമുള്ള സമയങ്ങളിലാകാം പ്രതികൾ വീട്ടുപറമ്പിൽ അതിക്രമിച്ചു കയറി ഈ കടുങ്കൈ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. ആ സമയങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമോ ഒന്നും തന്നെ പുറത്തുനിന്ന് കേട്ടിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇനി രമ്യയുടെ കുടുംബപരമായ തർക്കങ്ങളോ വ്യക്തിവൈരാഗ്യമോ ആണോ ഈ കൊലശ്രമത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. രമ്യയുടെ ഭർത്താവ് 4 വർഷമായി ഇവരുമായി പിരിഞ്ഞു കഴിയുകയാണ്. ഈ സാഹചര്യത്തിൽ കുടുംബവുമായി മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ തുടർ നടപടികളുടെ ഭാഗമായി പോലീസ് അവിടെ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ വിശദമായി നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഭർത്താവിലോട്ട് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. KCB അധികൃതരെയും വിരലടയാള വിദഗ്ധരെയും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മീറ്ററിൽ നിന്ന് വയർ ഘടിപ്പിച്ച രീതിയും പ്രതികൾ ഉപയോഗിച്ച സാമഗ്രികളും പോലീസ് ശാസ്ത്രീയമായി പരിശോധിക്കും. കേവലം ഒരു ഭയപ്പെടുത്തലല്ല, മറിച്ച് വാതിൽ തുറക്കുന്ന നിമിഷം തന്നെ വീട്ടിലുള്ളവർ മരണപ്പെടണമെന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത്
കൊല്ലുക അല്ലെങ്കിൽ മരണപ്പെടുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതികൾ എത്തിയത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹസികമായിട്ടുള്ള ഈ ഒരു രീതി, അസാധാരണമായിട്ടുള്ള ഈ രീതി തിരഞ്ഞെടുത്തതിൽ തന്നെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഒരു പക്ഷേ ആ കുട്ടി ഷോക്കേറ്റ് വീണതിന് പിന്നാലെ മറ്റാരെങ്കിലും ഓടി വന്ന് വാതിൽ തുറന്നിരുന്നുവെങ്കിൽ അവർക്കും ഷോക്ക് ഏൽക്കുമായിരുന്നു. കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് മറ്റുള്ളവർ കൂടി രക്ഷപ്പെട്ടത്. ആ ഷോക്കേറ്റ് തെറിച്ചു വീണ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഇലക്ട്രിക്കൽ ജോലികളെ കുറിച്ച് കൃത്യമായ അറിവുള്ളവർ ആയിരിക്കണം ഇത് ചെയ്തത്. മാത്രമല്ല, അധികം കാണാത്ത ഈ രീതി ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കൊലപാതകി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബവുമായി തീർത്താൽ തീരാത്ത പകയുള്ള ആരോ ഒരാളാണ് എന്നുള്ളത് ഉറപ്പാണ്. അതായത് കൃത്യമായിട്ട് ആ വീട്ടിൽ അമ്മയും 2 മക്കൾ മാത്രമാണ് താമസം. അവർ ഒറ്റപ്പെട്ടാണ് താമസം. മറ്റാരും അവരുടെ അടുത്തില്ല. ഇത്ര സമയം മുതലാണ് അവർ വീടിനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവർ കിടക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആരോ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ആ വീട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള അയൽവാസികളോ ഒന്നും തന്നെ എന്തെങ്കിലും ശബ്ദങ്ങളോ ഒന്നും തന്നെ കേട്ടിരുന്നില്ല. ഏറെ രാത്രി വൈകി കിടന്നിരുന്ന രമ്യയും കിടക്കാൻ പോയതിനു ശേഷം പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒച്ചയോ ഒന്നും തന്നെ കേട്ടിരുന്നില്ല. KCB മീറ്ററിൽ നിന്ന് നേരിട്ടൊരു വയർ വെച്ച് ഈ ഒരു വാതിലിലെ ഈ ഒരു പിടിയിലേക്ക് ഘടിപ്പിച്ചാണ് ഇത്തരത്തിൽ വൈദ്യുതി ആഘാതമേറ്റ് ആ കുടുംബം കൊല്ലപ്പെടാനുള്ള ഈ ഒരു രീതി ഗൂഢാലോചന സംഘം നടത്തിയിരിക്കുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണം നടക്കുകയാണ്. ഒരു പ്രതിയാണോ അതോ പ്രതികളുണ്ടോ എന്നുള്ളതും വ്യക്തതയില്ല. അന്വേഷണം പുരോഗമിക്കുന്നു.